ഹായ് എവരിവൺ. ഇന്ന് ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത പോർഷൻ ജെനസിസ് ചാപ്റ്റർ 4 ആണ്. അവിടെ നമുക്ക് കൈൻ്റെയും ഹാബേലിൻ്റെയും ജീവിതം നമുക്ക് കാണുവാനിടയാകും. നമുക്കറിയാം, കൈനും ഹാബേലും ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായ മക്കളായിരുന്നു. അപ്പോൾ അതിൽ കൈൻ ഒരു കൃഷിക്കാരനും ഹാബേൽ ഒരു ആട്ടിടയനുമായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഹാബേലും കൈനും രണ്ടുപേരും ദൈവത്തിന് വഴിപാട് കൊടുക്കാനിടയായി. കൈൻ തൻ്റെ കൃഷിയിലെ കുറച്ച് വിഭവങ്ങൾ ദൈവത്തിന് കൊടുത്തു. പക്ഷേ ഹാബേലായിരുന്നെങ്കിൽ തൻ്റെ ആടുകളിൽ നിന്നും ഏറ്റവും നല്ലതിനെ ദൈവത്തിന് കൊടുക്കാനിടയായി. അപ്പോൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ, വേറെ പല ട്രാൻസ്ലേഷൻ നോക്കുമ്പോഴും കൈൻ ചെയ്തത് തനിക്കുണ്ടായിരുന്ന കൃഷി വിഭവങ്ങളിൽ നിന്ന് കുറച്ചും എടുത്തു കൊടുത്തു എന്നേ അവിടെ പറയുന്നുണ്ട്. അല്ല, ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുത്തു എന്ന് അവിടെ ശരിക്കുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമ്മളത് കാണുന്നില്ല. പക്ഷേ നമ്മൾ മലയാളം നോക്കുമ്പോൾ തന്നെ തൻ്റെ വിഭവങ്ങളിൽ താൻ കൊടുത്തു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൈൻ, പക്ഷെ ഹാബേൽ ചെയ്തപ്പോൾ അവർ ഏറ്റവും നല്ലത് മാത്രം ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഹാബേൽ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവം ഹാബേലിനെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് മാത്രം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റു കാര്യങ്ങൾക്കല്ല ഉപയോഗിച്ചതിന് അല്ലെങ്കിൽ ബാക്കി വരുന്നല്ല നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത്. പകരം ഏറ്റവും നല്ലത് മാത്രം നമ്മൾ ദൈവത്തിന് കൊടുക്കണം എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് കൈന് മനസ്സിലായി കൈനിന്റെ യാഗം ദൈവം പ്രസാദിച്ചില്ല, പക്ഷെ ഹാബേലിന്റെ യാഗം ദൈവം പ്രസാദിച്ചു എന്നുള്ളത് കൈന് മനസ്സിലാകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ കൈൻ ചെയ്തത്, കൈൻ മുഖം വാടി കോപമൊക്കെ വന്നു. അപ്പോഴാണ് ദൈവം വന്ന് ചോദിക്കും, നീ എന്തിനാണ് നീ കോപിക്കുന്നത്? പാപൻ നിന്റെ അടുക്കൽ വന്ന് നിൽപ്പുണ്ട്, നീ അതിനെ തോൽപ്പിക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ അതും പ്രാക്ടിക്കൽ അല്ല. എപ്പോഴും പാപം നമ്മുടെ വാതിൽക്കൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈസിയായിട്ട് നമ്മളെ പാപത്തിൽ വീഴുവാനിടയായിത്തീരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജീവിക്കുന്ന നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്, പാപം എന്നുള്ള കാര്യം നമ്മുടെ തൊട്ടടുത്ത് എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾക്ക് ദൈവം അതിൻ്റെ മേൽ നമുക്ക് വിക്ടറി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ കീഴടക്കുകയാണ് ചെയ്യേണ്ടത്. പകരം അതിനെ നമ്മെ കീഴടക്കാൻ ഇട കൊടുക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ കൈൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് കൈനെ ആ പാപം അത് കീഴടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കൈൻ ഹാബേലിനെ വിളിച്ചുകൊണ്ടുപോയി, തൻ സഹോദരൻ ഹാബേലിനെ വിളിച്ചുകൊണ്ടുപോയി താനവിടെ കൊലപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പാപത്തിന്റെ ലെവൽ അവിടെ കൂടി വരികയാണ് ചെയ്യുന്നത്. ആദ്യമേ ഒരു പഴം പറിച്ച് തിന്നതായിരുന്നു ആദ്യം ഉണ്ടായ പാപം എന്നുള്ളത്. അതിനുശേഷം ഇപ്പം കാണുന്നത് പിന്നെ ദൈവത്തിന് കൊടുക്കേണ്ട ഏറ്റവും നല്ലത് കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഇപ്പം കാണുന്ന ഒരു പാപം എന്നുള്ളത് ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്ന ഒരു പാപമാണ് കാണുന്നത്. ഏറ്റവും ആദ്യത്തെ മർഡർ നടക്കുന്നത് ഇവരുടെ കൈനിന്റെ പ്രവൃത്തി കൊണ്ടായിരുന്നു ഏറ്റവും ആദ്യം മർഡർ നടന്നത്. അപ്പോൾ അങ്ങനെ ദൈവം വന്ന് ചോദിക്കുമ്പോഴും ദൈവം നിന്റെ അനുജന്റെ സൗണ്ട് കേൾക്കുന്നു, നിന്റെ അനുജൻ എവിടെയാണെന്ന് കൈനോട് ചോദിക്കുമ്പോഴും കൈൻ്റെ റിയാക്ഷൻ, ഞാൻ അവനെ കാത്തു സൂക്ഷിക്കുക, ഞാൻ അവൻ്റെ സെക്യൂരിറ്റിയാണ്, ഞാൻ അവൻ്റെ ഗാർഡാണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ തനിക്ക് ഒരു അല്പം പോലും ദൈവം തന്നോട് വന്ന് ചോദിച്ചിട്ട് തനിക്കൊരു അല്പം പോലും ഒരു കുറ്റബോധമോ ഒരു സങ്കടമോ ഒന്നും അവിടെ തോന്നുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അത് ദൈവത്തിനും അറിയാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷേ ദൈവം ഒരു അവസരം കൊടുക്കുകയാണ് തൻ്റെ തെറ്റിനെ ഏറ്റു പറഞ്ഞ് തിരികെ വരുവാനായിട്ട്. പക്ഷേ കൈൻ അത് ഏറ്റെടുത്തില്ല. കൈൻ അതങ്ങ് നിരസിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ദൈവം കൈനെ ശപിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. കൈൻ നിൽക്കുന്ന നിലം, കൃഷി ചെയ്താൽ ഒന്നും ഉണ്ടാകത്തില്ല. താൻ നിൽക്കുന്ന നിലമൊക്കെയും ദൈവം ശപിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്.
അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് നമ്മൾ ആ നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ, മനുഷ്യരുമായിട്ടും ദൈവമായിട്ടും നമ്മൾ ആ നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണിത ഫലങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയാകുന്നുണ്ട്. എന്നിട്ടും ദൈവം കയീനെ നശിപ്പിച്ച് കളയുക അങ്ങനൊന്നും ചെയ്തില്ല. തന്നെ അവിടെ ഒരു വാഗാബോണ്ടായിട്ട്, തന്നെ ഒരു നൊമാഡിക് ആയിട്ട് വിടാനുമായിട്ടായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. അല്ലെങ്കിൽ ഒരു വാഗാബോണ്ടായിട്ട് അങ്ങനെ അതാകാനായിരുന്നു അതായിരുന്നു തനിക്ക് വെച്ചിരുന്ന ശാപം എന്നുള്ളത്. പക്ഷെ എന്നിട്ടും താൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്നെ ഇങ്ങനെ പുറത്തേക്ക്, ഞാൻ എന്ത് ചെയ്യുമെന്നല്ല, നീ ആൾക്കാരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടപ്പോൾ അപ്പോൾ ദൈവം പിന്നെയും കരുണ കാണിക്കുന്നു. എന്നിട്ട് പറയാണ്, നിന്നെ ആരും കൊന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ 7 ഇരട്ടി ശിക്ഷിക്കുമെന്ന് ദൈവം അവിടെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം എന്ത് കരുണയുള്ളൊരു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാലും നമ്മൾ തിരികെ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. പക്ഷേ കയീന്റെ ജീവിതത്തിൽ അതങ്ങനൊന്നും സംഭവിക്കാനിടയായി തീർന്നില്ല. താൻ തെറ്റ് ചെയ്തിട്ടും തൻ്റെ സ്വന്തം കാര്യത്തിലാണ് ഓർത്താണ് തനിക്ക് ഒരു ചെറിയൊരു സങ്കടം തോന്നിയത്. അല്ല, താൻ ചെയ്ത പ്രവൃത്തിക്ക് തനിക്ക് ഒരു സങ്കടവും തോന്നിയായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. എന്നിട്ടും ദൈവം ആ വ്യക്തിയുടെ മുകളിൽ കരുണ കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പിന്നീട് വരുന്ന ആദമിന്റെ മക്കളുടെ തലമുറയും കയീനിന്റെ മക്കളും അവരുടെ തലമുറയും വെച്ച് നോക്കുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നമ്മളിവിടെ കാണുവാൻ സാധിക്കും. കാരണം പിന്നീടുണ്ടായ ആദമിന്റെ ശേത്ത് തൊട്ടുള്ള മക്കള്, അവരുടെ ആ വംശപാരമ്പര്യം, ശേത്തിന്റെ തൊട്ടുള്ള വംശപാരമ്പര്യം, അവരൊക്കെയും ദൈവത്തെ വിശ്വസിക്കുന്ന നല്ല ദൈവവിശ്വാസികളായിട്ട് അവർ ജീവിക്കേണ്ടിടയായി തീർന്നു. പക്ഷെ കയീനിന്റെ നോക്കുമ്പോഴും കയീന്റെ വംശാവലിയിൽ വരുന്നവരൊക്കെയും മോശമായിട്ട് ജീവിക്കുന്നവരായിട്ട് തീരുടയായി തീർന്നു. നമ്മൾ അതിനകത്ത് നല്ലൊരു എക്സാമ്പിൾ നമ്മൾ 4-ാമത്തെ അധ്യായം നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. മറ്റാരുടെ ലാമേക്കിന്റെ എക്സാമ്പിൾ. ദൈവം ഹസ്ബൻഡിന് ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ ആയിരുന്നു ഒരു വ്യക്തിക്ക് ദൈവം വെച്ചിരുന്നത്. പക്ഷെ ലാമേക്ക് 2 വൈഫ്സിനെ അവിടെ എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം കൊടുത്ത കമാൻഡ്മെന്റ് അങ്ങനെ തന്നെ നിരസിക്കുകയായിരുന്നു താൻ ചെയ്തത്. അത് മാത്രമല്ല, താനും 2 പേരെ കൊലപാതകം ചെയ്യുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം വെച്ചാൽ പിന്നെയും പാപത്തിന്റെ ലെവല് കൂടിക്കൂടി വരികയാണ് ചെയ്തത്. അപ്പം ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞു, പിന്നെ 2 ഭാര്യമാരെ എടുത്തു, പിന്നെയും 2 കൊലപാതകം നടന്നു. അപ്പം അങ്ങനെ വേഴ്സായിട്ട് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. എന്നിട്ടും അതിലും ലാമേക്ക് ദൈവത്തിന്റെ ഒരു കമാൻഡ്മെന്റ്, ദൈവം കയീന് കൊടുത്ത പ്രോമിസിന് മുതലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ദൈവം കയീന് കൊടുത്തത്, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ച്, നിന്നെ ആരെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ 7 മടങ്ങ് ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ലാമേക്ക് പറഞ്ഞു, ലാമേക്കിനെ കൊല്ലുന്നവരെ ദൈവം 77 ഇരട്ടി ശിക്ഷ കൊടുക്കുമെന്ന് ലാമേക്ക് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലാമേക്ക് ദൈവം കയീന് കൊടുത്ത കയീനോട് പറഞ്ഞ ഒരു കാര്യത്തെ, പ്രോമിസിനെ ലാമേക്ക് അവിടെ മുതലെടുക്കുകയാണ്. കയീന് ദൈവം 7 ഇരട്ടി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ലാമേക്ക് പറയുന്നത് 77 ഇരട്ടി ശിക്ഷ ലാമേക്കിനെ കൊല്ലുന്നവർക്ക് ദൈവം കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്, നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ദൈവത്തിന് കൊടുക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചുറ്റും പാപം ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കുക, നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ. അഥവാ നമ്മൾ പാപം ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടും, നമ്മൾ പാപം ചെയ്ത വ്യക്തിയോടാണെങ്കിൽ ആ വ്യക്തിയോടും നമ്മൾ ക്ഷമ പറഞ്ഞ് നമ്മളത് ഉപേക്ഷിച്ച് കളയുക. പിന്നീട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ദൈവം നമ്മൾ ഉടനെ ശിക്ഷിച്ചൊന്നും വരില്ല. ചിലപ്പോൾ ദൈവം പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യും നമ്മൾ തിരികെ വരുവാനായിട്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേഷ്യൻസിനെ നമ്മൾ മുതലെടുക്കുവാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ
എൻ്റെ ചിന്ത നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ മാറാട്ടെ.